പ്രിയപ്പെട്ട എൻ്റെ പാഠശാലയിലെ അംഗങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സൺഡേ സപ്ലിമെൻ്റ് അതിൽ ഞാനിന്ന് അഭിമുഖീകരിക്കുമ്പോൾ ഇന്നലെയുള്ള എൻ്റെ വീഡിയോ നോക്കുക, ഇന്നത്തെ വീഡിയോ നോക്കുക, എൻ്റെ മുഖത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അത് ഒരു നാച്ചുറൽ ഫെയർനെസ് പ്രോഗ്രാം ഇന്ന് മോർണിംഗിൽ ചെയ്തു, ഇന്നലെ മോർണിംഗിൽ ചെയ്തു. അതിന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ അഭിസംബോധന ചെയ്യാനുള്ള കാരണം അത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ശ്രദ്ധിക്കണം. ഇന്നലെ ഞാനൊരു പാടത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു കല്യാണ വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഇരുന്നിട്ടാണ് ആ വീഡിയോ വെച്ചത്. ഇവിടെ വേറൊരു കൃത്രിമമായ യാതൊരു മാർഗം സ്വീകരിക്കാത്ത ഒരു 2 വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് എന്തുകൊണ്ടിങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചുതരാം. വളരെ നിസ്സാരമായ 2 സാധനങ്ങൾ. ഇന്നലെ ചെയ്തിരിക്കുന്നത് ഒരു ഓറഞ്ച്, അതിൻ്റെ അല്ലി, അതിൻ്റെ തൊലി കളഞ്ഞ് ആ ഓറഞ്ചിൻ്റെ കാമ്പുള്ള ഭാഗം മുഖത്ത് വെച്ച് ഒരു 3 മിനിറ്റ് ഞാൻ വരുതി. 3 മിനിറ്റോളം അതിങ്ങനെ വരുത്തി, അത് 2 മിനിറ്റ് മാക്സിമം ഇത് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനത് കഴുകി കളഞ്ഞു. ആദ്യം ഞാൻ മുഖം ഒന്നൊരു ഫേസ് വാഷ് ചെയ്തു, എന്നിട്ടാണ് ഇത് ഈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓറഞ്ചിൻ്റെ ഫേസ് പാക്ക് ചെയ്ത് ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് ആണ് അത് ചെയ്തത്. രണ്ടാമത് ഞാൻ ഇന്ന് രാവിലെ ചെയ്തിരിക്കുന്നത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ തൈര് എടുത്ത്, അത് ബട്ടർ മിൽക്ക് എന്ന് പറയും, അതിന് എടുത്ത് ഞാൻ മുഖത്ത് തേച്ച് ഒരു 2-3 മിനിറ്റോളം തേച്ച് നല്ലോണം പിടിപ്പിച്ചു. അത് കണ്ണിൻ്റെ പോള വരെ തേക്കാൻ പറ്റുന്ന വളരെ നിരുപദ്രവകാരിയായ ഒരു സാധനമാണ് തൈര്. മറ്റെല്ലാ സാധനങ്ങളും കണ്ണിൻ്റെ പോളകളിൽ തേക്കാൻ പാടില്ല. അത് ഓറഞ്ചായാലും ചെയ്യാൻ പാടില്ല. നേരെ മറിച്ചിട്ട് തൈരാകുമ്പം അതിനൊക്കെ പറ്റും. മാത്രമല്ല ഈ തൈര് തേക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക, മുഖത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് വരും, ബോഡി കൂളിംഗ് ആവും. മേ ബി നമുക്ക് ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് പോലും ഒരു ഫ്രഷ്നെസ്സും നമ്മുടെ ക്ഷീണത്തിൽ നിന്ന് മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. തൈര് ഞാൻ തേച്ചതിന് ശേഷം മുഖം 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും പെട്ടെന്ന് ഒരു ഫെയർനെസ് വരാൻ, നാച്ചുറൽ ഫെയർനെസ് വരാൻ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഇരുന്ന് നമ്മൾ പോക്കറ്റിലെ കാശൊക്കെ മുടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മരുന്നായിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പൊന്നും പോയി വാങ്ങണ്ട. ഇതിനെല്ലാം പകരമായിട്ടുള്ള നമ്മുടെ ഒരു ഹൗസ് ഹോൾഡായിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്സാണ് ഇതൊക്കെ. ഇത് എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് ചെന്നൈയിൽ, ആബിദ എന്ന പേര്. അവൾ സ്ഥിരമായി വർഷങ്ങളായിട്ട് ഈ ഒരു പാത പിന്തുടരുന്ന വ്യക്തിയാണ്. അതിനു വേണ്ടി നമ്മൾ ഭാര്യമാർക്ക് വലിയ പൈസ കൂടിയ നമ്മൾ ഫെയർനെസ് ക്രീമുകളൊന്നും വാങ്ങണ്ട. ഫെയർനെസ് ക്രീമിൻ്റെ പേരുകളൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഇനി ഞാനൊരു വൻകിട കൊത്ത കമ്പനിക്കാർക്കെതിരെ തിരിഞ്ഞു എന്ന് കരുതണ്ട. അതിന് അങ്ങനെ കരുതുന്ന കമ്പനിക്കാരുണ്ടെങ്കിൽ എനിക്ക് വിഷയമേ അല്ല. കാരണം നമ്മുടെ അവകാശമാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക. അറിവ് പകർന്നു കൊടുക്കാം. അതിന് ആർക്കെങ്കിലും ഭീഷണിയായി തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം. അത് ഞാൻ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല, ആർക്കും എതിരായി പറഞ്ഞതല്ല. പക്ഷെ നമുക്ക് മാനവരാശിയുടെ അനുകൂലമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ എന്നും ഉറച്ചു നിൽക്കും. അതിനെ ആരും എതിർക്കാൻ വന്നാൽ അവരെ ഞാൻ എതിർക്കും. കാരണം എനിക്ക് മാനവരാശിയുടെ സംരക്ഷണമാണ്, അവരുടെ ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ എല്ലാത്തിനും നമുക്ക് വേണ്ടത് നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. നമ്മളെപ്പോഴും മുഖത്തെ നമ്മൾ ഈ രീതിയിൽ സംരക്ഷിക്കാനുള്ള പദ്ധതികളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ തൈര് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിൽ കിട്ടുന്ന ലോക്കൽ തൈരുകൾ കഴിയുന്നത് ഒഴിവാക്കാവുന്നതല്ലതാണ്. പിന്നെ നമുക്കതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോഴിക്കോട് നമ്പീഷ്യൻസിൻ്റെ തൈര്, അങ്ങനെ കുറേ തൈരുകളുണ്ട്. അതിൽ നമ്മൾ ശാസ്ത എന്നൊരു തൈരുണ്ട്. അത് പണ്ട് കോഴിക്കോട് നമ്മുടെ ചാമുണ്ടേശ്വരി ലൈനിലുള്ള ശാസ്തയുടെ പാക്കറ്റാണ്. അത് കുഴപ്പമില്ല അവരുടേത്. ശാസ്ത്ര എനിക്കറിയാം, ശാസ്ത്രയുടെ മക്കളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതിങ്ങനെ നല്ല തൈരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഓക്കെ. അല്ലാതെ നമ്മൾ എവിടെന്നെങ്കിലും വാങ്ങുന്ന ലോക്കൽ തൈരുകൾ ഉപയോഗിക്കരുത് എന്നുള്ള പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ തൈരുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നാവാം. തൈരുണ്ടാക്കിയപ്പോൾ നമുക്ക് വേറൊരു ഗുണം എന്ന് വെച്ചാൽ, ഇത് തൈരിനെ ഞാൻ വേറൊരു രീതിയിൽ പരീക്ഷണം നടത്തി നോക്കി. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മുടെ കാലിനൊക്കെ ചൊറിച്ചിൽ വരുന്ന സമയത്ത് തൈര് തേച്ച് നോക്കുമ്പോൾ നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോഡി ഡ്രൈനെസ്, നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ചൊറിച്ചിലും മറ്റുള്ള ഡ്രൈ ഒക്കെ പ്രശ്നം ഉണ്ടാകും. പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് വരുന്ന സമയത്ത് സ്കിൻ ഡ്രൈനെസ് നമ്മൾ പെട്രോളിയം ജെല്ലി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, വാസലിൻ പോലത്തെ.
അതിൻ്റെ ഒരു നല്ലൊരു അതിനേക്കാളും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഫലം കൂടി തൈരിൽ ഞാൻ കാണുന്നുണ്ട്. പിന്നെ തൈര് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ മുഖത്ത് തേച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡെഡ് സെല്ലിനെ ഇത് പിരിച്ചെടുക്കും. തൈരിന് വേറെ ഗുണം വെച്ചാൽ നമ്മുടെ ഗ്രിപ്പ് നല്ല കൂടുതലാണ്. അതൊരു നാച്ചുറൽ ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ് എന്നൊക്കെയാണ് എൻ്റെ ഒബ്സർവേഷൻ. സിസ്റ്റർ പറഞ്ഞെന്നും ഞാനത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഫീലിങ്സ് അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്റ്റഡി ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മുഖത്ത് നമ്മൾ ഡാർക്ക്നെസ് വന്ന് വെയിൽ കൊണ്ട് വാണ്ടിയൊക്കെ നിൽക്കുമ്പോൾ അതിനൊക്കെ പരിഹാരം ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സഹോദരിമാർക്കും ഭാര്യമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ, ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകി നമ്മുടെ ഇന്ത്യയുടെ ഒരു മതേതര സ്വഭാവം നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കാൻ എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അവരുടെ ആഘോഷങ്ങളെയും നമ്മൾ മാനിക്കണം. അവർക്ക് വേണ്ട എല്ലാ വിശ്വസും നമ്മൾ പരസ്പരം കൊടുക്കണം. നമസ്കാരം. താങ്ക് യു.